അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും മനസ്സമാധാനം ലഭിക്കാനും ഖുർആനിൽ ഒരു പ്രത്യേക സൂറത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? മലക്കുകൾ പോലും അത്ഭുതത്തോടെ ഓതുന്ന ഉമർ റളിയല്ലാഹു എന്ന കരുത്തനായ മനുഷ്യൻ്റെ ഹൃദയം മാറ്റി ചിന്തിപ്പിച്ച സൂറത്തു ത്വാഹ. ഈ സൂറത്ത് ഓതുന്നത് കൊണ്ടുള്ള 11 വമ്പൻ നേട്ടങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ അതിമനോഹരമായ സൂറത്ത് ത്വാഹയെക്കുറിച്ച് വിവാഹ തടസ്സങ്ങൾ മാറാനും മക്കളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഈ സൂറത്ത് എങ്ങനെയാണ് സഹായിക്കുന്നത്, ഇതിൻ്റെ ഓരോ ആയത്തിലുമുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വിവാഹ ആലോചനകൾ നടത്തി പരാജയപ്പെട്ടവരാണോ, അല്ലെങ്കിൽ മക്കളുടെ പഠനകാര്യത്തിൽ ആശങ്കയുള്ളവരാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. സൂറത്ത് ത്വാഹയുടെ മഹത്വം. ഖുർആനിലെ 20ാമത്തെ സൂറത്തായ ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും കൊണ്ടുവരാം. നിങ്ങൾ സൂറത്ത് ത്വാഹയെക്കുറിച്ചിട്ട് മുമ്പ് കേട്ടിട്ടുണ്ടാകുമല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കൊണ്ട് 11 വമ്പൻ നേട്ടങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. മലക്കുകൾ പോലും പതിവായി ഓതുന്ന ഈ സൂറത്തിൻ്റെ അത്ഭുത ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പ്രതിഫലം. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ലഭിക്കുന്നത് പോലെയുള്ള വലിയ പ്രതിഫലം ഖിയാമത്ത് നാളിൽ ലഭിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. രണ്ടാമത്തേത് സ്വർഗാവകാശികളുടെ സൂറത്താണ് സൂറത്ത് ത്വാഹ. സ്വർഗാവകാശികൾ സ്വർഗത്തിലിരുന്ന് ഓതുന്ന 2 പ്രധാന സൂറത്തുകളിൽ ഒന്നാണ് സൂറത്ത് ത്വാഹ, മറ്റൊന്ന് സൂറത്തുൽ യാസീൻ. പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? ഈ സൂറത്ത് ഓതുന്നതിലൂടെ സ്വർഗത്തിൻ്റെ അവകാശികളായിട്ട് നമുക്ക് മാറാം. മൂന്നാമത്തേത് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാൻ കാരണം സൂറത്ത് ത്വാഹയാണ്. ഇസ്ലാമിൻ്റെ ധീരനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് തൻ്റെ സഹോദരി ഈ സൂറത്തിലെ വചനങ്ങൾ ഓതുന്നത് കേട്ടപ്പോഴാണ്. നാലാമത്തേത് വിജയത്തിൻ്റെ കവാടങ്ങൾ. സൂറത്ത് ത്വാഹയുടെ ആദ്യത്തെ 8 ആയത്തുകൾ പതിവായി ഓതുന്നവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയത്തിൻ്റെ കവാടങ്ങൾ അഥവാ ഫത്ഹിൻ്റെ വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കും. അഞ്ചാമത്തേത് രോഗശമനം. ഈ സൂറത്തിലെ 105ാമത്തെ ആയത്ത് ഓതുന്നത് രോഗങ്ങളിൽ നിന്ന് ശിഫ അഥവാ ശമനം ലഭിക്കാൻ നമ്മളെ സഹായിക്കും. ആറാമത്തെ പ്രതിഫലം ഓർമ്മശക്തിക്കും ബുദ്ധിക്കും കുട്ടികൾക്കും മറ്റു പഠനത്തിൽ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിക്കാൻ ഈ സൂറത്തിലെ 131, 132 ആയത്തുകൾ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് നൽകുന്നത് വളരെ ഫലപ്രദമാണ്. ഏഴാമത്തത് വിവാഹ തടസ്സങ്ങൾ മാറാം. വിവാഹ ആലോചനകൾ മുടങ്ങുന്നവർ 11 ദിവസമോ 21 ദിവസമോ തുടർച്ചയായിട്ട് ഈ സൂറത്ത് ഓതുന്നത് ഉത്തമ ഇണയെ ലഭിക്കാൻ കാരണമാകും. എട്ടാമത്തേത് കണ്ണേറിൽ നിന്നു സംരക്ഷണം. 41 ദിവസം തുടർച്ചയായി ഈ സൂറത്ത് ഓതിയാൽ സിഹിർ, കൂടോത്രം, കണ്ണേറ്, കരിനാക്ക് എന്നിവയിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. ഒൻപതാമത്തേത് സംസാര വൈകല്യങ്ങൾ മാറാൻ. ഇതിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകൾ റബ്ബി ഇശ്റഹ് ലി സദ്രി തുടങ്ങുന്ന ആയത്ത് ഓതുന്നത് നാവിൻ്റെ കുടുക്കുകൾ മാറാനും സംസാരം വ്യക്തമാക്കാനും നമ്മളെ സഹായിക്കും.
10-ാമത്തെ പ്രതിഫലം എന്താണ്? ബിസിനസ്സിലെ ബർക്കത്ത്. കച്ചവട സ്ഥാപനങ്ങളിൽ ഇരുന്ന് മേൽപ്പറഞ്ഞ ആയത്തുകൾ ഓതുന്നത് കച്ചവടത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാകാൻ കാരണമാകും. ഇത്രയേറെ മഹത്വമുള്ള ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം എപ്പോഴും ശ്രമിക്കണം. സമയം കിട്ടുമ്പോഴെല്ലാം ഇത് ഓതുകയും ഇതിൻ്റെ ഗുണങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക. അപ്പോൾ സൂറത്തു ത്വാഹയുടെ മഹത്വങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഏകദേശ ധാരണ ലഭിച്ചിട്ടില്ലേ? കേവലം അറിവായിട്ട് മാത്രം ഇതിനെ കാണാതെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അള്ളാഹുവിനോട് സഹായം തേടാനുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ മാറ്റുക. പ്രത്യേകിച്ച് വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരും പഠനത്തിൽ ബുദ്ധിമുട്ടുന്നവരും ഈ സൂറത്തിനെ മുറുകെ പിടിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഫലം ലഭിക്കും, ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അതൊരു സദഖത്തുൽ ജാരിയ നിലനിൽക്കുന്ന ഒരു പുണ്യകർമ്മം ആയി കരുതി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഇതുപോലുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.